കുരുമുളക് വിളവെടുപ്പിൻ്റെ സമയമാണിപ്പോൾ. കുരുമുളക് കൃഷി ചെയ്തവരായിരിക്കും ഒട്ടുമിക്ക പേരും. പക്ഷേ അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് അത് എങ്ങനെ ഉണക്കിയെടുക്കണമെന്ന് അറിയാത്തവരാണ് കൂടുതൽ പേരും. അവർക്കായിട്ടാണ് ഈ വീഡിയോ. എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വിളവെടുപ്പ് കഴിഞ്ഞാൽ കുരുമുളക് നന്നായി കഴുകിയെടുക്കണം. കുരുമുളകിലെ പൂപ്പലും പൊടികളൊക്കെ പോയി കുരുമുളക് നല്ല വൃത്തിയാവാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം കഴുകുന്നത് വളരെ നല്ലതാണ്. കുരുമുളക് കഴുകുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് മണികൾ തിരുമെന്ന് വേർപ്പെടുത്തി കഴുകിയെടുത്ത് ഉണക്കലാണ് നല്ലത്. കുരുമുളക് കുറച്ചുള്ളെങ്കിൽ തിരുമെന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ അടർത്തിയെടുക്കാൻ പറ്റും. അതല്ല കൂടുതലാണെങ്കിൽ അങ്ങനെ കാലുകൊണ്ട് ചവിട്ടിയിട്ട് മണികൾ വേർപ്പെടുത്താം. അങ്ങനെ കാലുകൊണ്ട് മെതിക്കുമ്പോൾ ഒരു ചണച്ചാക്കിലട്ടം ഇട്ടിട്ട് മെതിക്കണം. അതും സോഫ്റ്റായി ചവിട്ടണം, അല്ലെങ്കിൽ കുരുമുളക് ചതുങ്ങിപ്പോകും. പറിച്ചെടുത്ത കുരുമുളക് തിരികൾ 1-2 ദിവസം നമ്മൾ ചാക്കിൽ കെട്ടി വെക്കുകയോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടിയിട്ട് മൂടി വെക്കുകയോ ചെയ്താൽ അതിനുശേഷം നമ്മൾക്ക് ഈ മണികൾ വേർപ്പെടുത്തിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. പെട്ടെന്ന് അടർന്നു പോരും. അടർത്തിയെടുത്ത കുരുമുളക് മണികൾ ഉണക്കുന്നതിൻ്റെ മുന്നേ 2 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ മുക്കി വെച്ച ശേഷം ഉണക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്താൽ മണികൾക്ക് നല്ല കറുപ്പ് കളർ ഉണ്ടാകും. അതേപോലെ തന്നെ കുരുമുളക് വേഗം ഉണങ്ങി കിട്ടും. കുരുമുളകിന് പൂപ്പൽ ബാധിക്കുന്നതിൽ നിന്ന് ഒരു പരിധി വരെ തടയാൻ ഈ തിളച്ച വെള്ളത്തിൽ മുക്കുന്ന രീതി സഹായകമാണ്. നല്ല മുഴുത്ത മണികളും നല്ല കറുപ്പ് കളറുള്ള കുരുമുളകിനാണ് മാർക്കറ്റിൽ നിന്ന് ഡിമാൻഡ്. അതിനാണ് നമുക്ക് കൂടുതൽ വിലയും കിട്ടുക. ഉണക്കിയതിന് ശേഷമാണ് ഞാൻ മണികൾ വേർപ്പെടുത്തിയത്. ആദ്യം മണികൾ വേർപ്പെടുത്തുന്നതാണ് നല്ലത്. അതേപോലെ വിളവെടുപ്പ് നടത്തുമ്പോഴും ഉണക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ കമന്റ് ബോക്സിലുമുണ്ട്. ആ ലിങ്കിൽ കയറി വീഡിയോ കാണാവുന്നതാണ്.